ഹായ് ഡിയേഴ്സ്, എൻ്റെ പേര് രജി. ഞാൻ ഇപ്പം മലേഷ്യയിലാണുള്ളത്. ഞാനിങ്ങനെ മലേഷ്യയിൽ കുറേ വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഇതുവരെയ്ക്കും അതൊരു ഫുൾ വീഡിയോസ് ആക്കിയിട്ട് നിങ്ങളോട് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം അതിനൊരു സമയമായെന്ന് തോന്നുന്നു. അതിനെ ഒരു റജീസ് വൈബ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലോട്ട് എത്തിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ അത് കാണുമ്പോൾ ഈ റജീസ് വൈബ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ കുറേ വീഡിയോ ആഡ് ചെയ്ത് കുറേ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നതാണ്. താങ്ക്സ്. ഞാനിപ്പോൾ ഉള്ളത് കൊലാലംപൂർ സിറ്റി തന്നെ ഉള്ള എൻ്റെ മകളുടെ അപ്പാർട്ട്മെൻറ്റിലാണ്. ആദ്യം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ്സും മാൾസും നമ്മൾ മെയിൻ അട്രാക്ഷൻസൊക്കെ എല്ലാം യൂട്യൂബിലെല്ലാവരും കണ്ടു കാണും. അല്ലാതെ കുഞ്ഞു കുഞ്ഞ് സ്ഥലങ്ങൾ, നമ്മുടെ ഗ്രോസറീസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇവിടെ എങ്ങനെയാണ്, ഇതെല്ലാം ഇതിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിത് ഫുള്ള് കാണിക്കാം. നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ഔട്ട്സൈഡ് കാണാം. താങ്ക് യു. ഹായ്, ഇതാണ് നിങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട് കിച്ചൺ ടൂർ. ഇവിടെ ഒരു 300ഓളം ഫാമിലീസ് താമസിക്കുന്നുണ്ട്. ആൾമോസ്റ്റ് എല്ലാം വർക്കിംഗ് പീപ്പിളാണ്. 37 നിലകളിലായിട്ടുള്ള ബിൽഡിംഗാണ്. 37 നിലകളോളം ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. നമുക്ക് അകത്തോട്ട് പോവാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെൽ സെക്യൂരിറ്റിയാണ് എല്ലാ അർത്ഥത്തിലും. അവിടെ താമസിക്കുന്ന ആളുകളുടെ വെഹിക്കിൾ കാഴ്ച മാത്രമേ അലോ ചെയ്യുള്ളൂ. നമുക്ക് കയറണമെങ്കിൽ എവിടെ കയറണമെങ്കിലും അക്സസ് കാർഡ് വേണം. ഇത് നമ്മളിങ്ങനെ കയറിയ സൈഡ് വഴിയിട്ട് ആ സെക്യൂരിറ്റിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കടന്നു പോവുകയാണ്. ഞങ്ങളറിയാവുന്നതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഈവനിങ് ടൈമിന് ഞാൻ വെള്ളത്തിന് ഇങ്ങനെ വന്നിരിക്കും. ഒരു വലിയ ഏരിയ ഉണ്ട്, നമുക്ക് നടക്കാം. ആ സൈഡ് വഴി നമുക്കിങ്ങനെ സ്ക്വയറായിട്ട് നടന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല തണുത്ത കാറ്റും എല്ലാം ഉണ്ട്. ഇതേത് അവർ ഒരു ഊഞ്ഞാൽ കണ്ടല്ലോ, അത് തന്നെ മെയിൻ പ്രത്യേകത എന്നെ സംബന്ധിച്ചിട്ട്. നല്ല പൊട്ടാത്തൊരു ഊഞ്ഞാലുണ്ട്. ഇരിക്കലും നന്നായിട്ട് ഇരിക്കാം. വെള്ളപ്പം കളിക്കുന്നു. ശരിക്കും ഗ്രാസ് കണ്ടോ, നല്ല ഗ്രീനറി ഗ്രാസ്. മീൻസ് ഇവിടെ എന്നും ഈവനിങ്ങിൽ മഴയുണ്ട്, എന്നും മഴയുണ്ട്. ഏത് മന്തിൽ ഞാൻ വന്നാലും ഞാൻ അനുഭവിക്കുന്നതാണ്. എന്നും മഴയുണ്ട്, പകലെങ്കിൽ വെയിലുമുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. ഇനി നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിലോട്ട് കയറാം. ഇത് നമുക്ക് അക്സസ് കാർഡ് വെച്ചിട്ടാണ് കയറുന്നത് ഫ്രണ്ടിൽ. പക്ഷെ സെക്യൂരിറ്റിക്കൊന്നും അറിയാവുന്നത് കൊണ്ട് അങ്ങനെ അത് ബെൽ ചെയ്തിട്ട് സ്വിച്ച് ചെയ്തിട്ട് അകത്ത് കയറിയാണ്. ഇത് നമ്മൾ കയറുമ്പോൾ ഇതാണ് നമ്മളുടെ ലോബി. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവർക്ക് ഇവിടെ ഇരിക്കാം, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാം. പിന്നെ ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഇപ്പോൾ ആനന്ദ് നാട്ടിൽ പോയതുകൊണ്ട്, മരുമോ നാട്ടിൽ പോയതുകൊണ്ട് ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഇവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത്, വെയിറ്റിംഗ് പ്ലേസ്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാണ്, നമ്മൾ ഹൗസ്. ഈ ആക്സസ് കാർഡ് കണ്ടോ, ഈ ആക്സസ് കാർഡ് വെച്ചിട്ട് നമ്മൾ 34ാമത്തെ നിലയിലാണ്. അപ്പോൾ ആ 34ാമത്തെ നിലയിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. 35ലും പോകാൻ, 33ലും പറ്റില്ല. പിന്നെ 2 പ്ലേസിൽ നമുക്ക് പറ്റും, 2 റൂമിൽ. ഒന്ന് നമുക്ക് പൂളുള്ള ഒരു 7th ഫ്ലോറിലും പിന്നെ ജിമ്മുള്ള 1st ഫ്ലോറിലും പോകാം. അല്ലാതെ ഒരു ഫ്ലോറിൽ നമുക്കതിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ പോകുന്നത് നമ്മൾ വീട്ടിലോട്ടാണ്. നമ്മളെ വീട് ഇതാണ്, നമ്മുടെ വീട്.
വീട് തുറന്ന് കയറി, വാവ തുറന്ന് കയറി, ഞാനും ലല്ലപ്പനും അവിടെ ഇരിക്കുകയാണ്. നമ്മൾ TV കാണാൻ റെഡി ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ സ്വർഗലോകം. അപ്പൊ ഇവിടെ മൂന്ന് ബെഡ്റൂമും പിന്നെ ഒരു ഓഫീസ് റൂമും ഒക്കെ ആയിട്ട്, കിച്ചണൊക്കെ ആയിട്ടുള്ള ഒരു സ്വർഗലോകമാണ്. ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ച, നല്ല വ്യൂ ആണ്. നൈറ്റ് ടൈമിലാണ് നല്ല വ്യൂ, രാത്രി കാണാം അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മളില്ല വേറൊരു ഒരു ലോകത്ത് പോയതുപോലെയാണ്. എനിക്ക് ഈ കളേഴ്സൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ കുറേ സ്റ്റാർസുകൾ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന കണക്കിന് തോന്നുന്നു ആകാശത്ത്. അങ്ങനത്തെ ഭംഗിയാണ് നൈറ്റ് ടൈമിൽ. പൂള്, ഇതാണ് എൻ്റെ ഹെവൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഇത്. ഒരു ബേബി പൂളിൽ ഒരാളെ ഇങ്ങനെ നീന്തുന്നുണ്ട് കേട്ടോ, വലിയൊരാള്. ഇതെന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. അങ്ങനെ അവസാനം ഞങ്ങൾ പൂളിൻ്റെ അവിടെ പൂളിൻ്റെ അവിടുത്തെ ഒരു വ്യൂ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്ന്. എനിക്ക് പൂളിനെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടം. മീൻസ് എനിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്, കൊച്ചിയിലുള്ള ആഗ്രഹമാണ് എനിക്ക് നീന്തൽ പഠിക്കണമെന്നുള്ളത്. അപ്പം നീന്തൽ പഠിക്കാൻ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ കുളത്തിലൊക്കെ പോയി നീന്താനൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര നാണക്കേടൊക്കെ അയ്യോ നമ്മൾ വെള്ളം കുടിച്ച് പോകുമെന്നൊക്കെ പേടിയാണ്, നീന്തില്ല. ഇവിടെ വന്നു എൻ്റെ ആഗ്രഹം ഫുൾഫില്ലായി. ഞാൻ നീന്തൽ പഠിച്ചത് ഏകദേശം 6-7 ഇയേഴ്സൊക്കെ ആവുമായിരിക്കും നീന്തൽ പഠിച്ചിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ട് നീന്തും. ഇത് തന്നെയാണ് എനിക്ക്. അതുകൊണ്ട് ഈ പൂളുകളോട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വെള്ളം പേടിയില്ലാത്തതുകൊണ്ട് എനിക്ക് ഐ ലവ് ദിസ് പ്ലേസ്. എനിക്ക് പൂൾ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ്സ് ആണ് ഈ പൂൾ ഏരിയ. ഇത്തവണ വന്നപ്പോൾ എൻ്റെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് എനിക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഉടനടി പൂളിൽ ഇറങ്ങുന്ന ഒരു വീഡിയോ എടുക്കണമെന്നാണ് ആഗ്രഹം. ഇതാണ്. പക്ഷെ നൈറ്റ് ടൈം ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതെന്താണ് എന്തോ കളേഴ്സ് ആയിരിക്കാം, ലൈറ്റ്സ് ആയിരിക്കാം, ഭയങ്കര രസമാണ്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ജിമ്മാണ്. ആക്സസ് കാർഡ് കൊടുത്ത് നമ്മൾ കെയർ ചെയ്യണം. ജിമ്മിലോട്ട് രാവിലെ ഞാൻ നടക്കാൻ വരുമ്പം ഈ കുട്ടി ഓടുന്നത് ഞാൻ കാണുന്നുണ്ട് നല്ല സ്പീഡിന്. ഇതാണ് നമ്മുടെ ജിമ്മ്. ഇന്ന് രാവിലെ ജിമ്മിൽ പോകാറുണ്ട്. എനിക്ക് കാലുവേദന പോകാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രെഡ്മില്ലൊക്കെ കയറി എത്ര മണിക്കൂർ വേണമെങ്കിലും ഓടാം. നാട്ടിലാണെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞാൽ അവർ വന്ന് പറയില്ലേ മതിയാക്കാൻ. ഇവിടെ പിന്നെ നമുക്ക് എപ്പോൾ രാവിലെ വരണോ വൈകുന്നേരം വരണോ ഫുൾ ഫ്രീ ആണ്. ഭയങ്കര ഹൈജീനാണ്, നല്ല ക്ലീനാണ്. ഇത് നെക്സ്റ്റ് നമ്മൾ ബാഡ്മിൻ്റൺ കോർട്ട്. നിങ്ങൾ ബാഡ്മിൻ്റൺ ഫാൻ ആണെങ്കിൽ യു ആർ വെൽക്കം. ഇതാണ് ബാഡ്മിൻ്റൺ കോർട്ട്. എല്ലാ സ്ഥലവും അവർ നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതാണ്. ഭയങ്കര ഒരു പൊടി പോലും കാണില്ല. എപ്പോഴും അതിനുള്ള വർക്കേഴ്സ് ഉണ്ട് ക്ലീൻ ചെയ്യാൻ. ടോയ്ലറ്റുകൾ ഇതിനെല്ലാത്തിനും സമീപത്തായിട്ട് കുറേ ടോയ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ക്ലീനാണ്. അപ്പോൾ ഭയങ്കര ഒരു ഹൈജീനിക് ഒരു കീപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നമുക്കത് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നത്. ഇത് നമ്മുടെ യോഗ ഹാള് ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ ബിൽഡിംഗ് എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഫസ്റ്റിൽ ഈ ബിൽഡിംഗ് നമ്മൾ നേരത്തെ വേറൊരു അപ്പാർട്ട്മെന്റിലാണ്. അവിടെ നിന്നാണ് ഞാൻ സ്വിമ്മിംഗ് ഒക്കെ പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് ഈ അപ്പാർട്ട്മെന്റ് കാണാൻ നിറയെ അപ്പാർട്ട്മെന്റിന് മുന്നേ കണ്ട് ലാസ്റ്റ് കണ്ട ഇതാണ്. ഇത് വന്ന് ഫൈനൽ ചെയ്ത് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഈ യോഗ ഹാൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ഒന്ന് യോഗയൊക്കെ ചെയ്യണം. എനിക്ക് ഇത് തന്നെ നിങ്ങൾ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ യോഗയുടെ അകത്തോട്ട് തിരിഞ്ഞോലും നോക്കുന്നില്ല ഞാൻ. ഇതാണ് നമ്മുടെ ഈവനിങ് കളറ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഹെവനിൽ നിൽക്കുന്ന കണക്ക് തോന്നുന്നു. പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ പതിവ് കാഴ്ചകളായിരിക്കും. പക്ഷെ നമ്മളെ പോലെയുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു ട്രൂലി എന്താ പറയാ ഒരു ഡ്രീം തന്നെ. നമ്മളെ കണ്ണുകൾക്ക് ഒരു ഭയങ്കര ഒരു ഇത് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ഭയങ്കര കളേഴ്സ് ഈ ലൈറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പ്രത്യേകിച്ച് ദീപാവലി ടൈമിനൊക്കെ വന്നു കഴിഞ്ഞാൽ പട്ടാക്ക പൊട്ടിക്കുന്ന സമയമൊക്കെ ന്യൂ ഇയർ ടൈമിനൊക്കെ ഭയങ്കര കളറാണ്. ഭയങ്കര നമുക്ക് ആകാശത്ത് ഇങ്ങനെ ഡയറക്റ്റ് കാണാമല്ലോ ഇത്രയും മുകളിൽ നിന്നിട്ട്.
ഇത് കണ്ടോ, ഇത് ഞങ്ങളെ ഡോറിന്റെ ഫ്രണ്ട് ഡോറിന്റെ അവിടെയുള്ള ഒരു ജനലുണ്ട്, അവിടെ നിന്നുള്ള വ്യൂ ആണിത്. രസം നോക്ക്. ഞാൻ കുറേ നേരം പോയി നിൽക്കും, എനിക്ക് എന്നും നോക്കിയാലും മടുക്കില്ല. ഒരു ദിവസം നോക്കിയാൽ പിറ്റേ ദിവസം നോക്കി നിൽക്കും. മോള് വിചാരിക്കും എനിക്ക് എന്ത് നിൽക്കുന്നറിയാം. ഞങ്ങൾ നോക്കി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ. നിങ്ങൾക്കൂടെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് പകർത്തിയത്. ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചി ഗ്രഹത്തിൻ്റെ വിശേഷങ്ങൾ. നോക്ക്, ഇത് നമ്മുടെ യോഗ സെൻറ്ററിൻ്റെയും നമ്മുടെ ജിമ്മിൻ്റെയും ഒക്കെ അടുത്തുള്ളൊരു പ്ലേസാണ്. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഓപ്പൺ പ്ലേസാണ്. ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ചെറിയ റൂഫുണ്ട്, പക്ഷെ നല്ല ചാറ്റൽ പോലെ വരികയൊക്കെ ചെയ്യും. ഭയങ്കര ഫീലിങ്സ് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ. ഈ അപ്പാർട്ട്മെന്റില് ഫുൾ ഞാൻ കവർ ചെയ്തിട്ടില്ല, അതിന് സമയപരിമിതി മൂലം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ മലേഷ്യയിലെ കുറേ വിശേഷങ്ങളായിട്ട് വരുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ഈ പുതിയ വീഡിയോ ആയിട്ട് കുറേ കുറവുകളുണ്ടാവും, പക്ഷെ അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മലേഷ്യയുടെ വിശേഷങ്ങൾ കാണുന്നത് വരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.